ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട് അവൻ ഇടിക്കുന്നത് ചവിട്ടുന്നത്. ഞാൻ ലൈവിൽ വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് അവൻ ഇടിക്കുന്നത് ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവളെന്നെ വീഡിയോ കോളിൽ വിളിക്കുന്ന സമയത്ത് പുറകെ കൂടെ വന്ന് തലയ്ക്ക് അടിക്കുന്നത് ഞാൻ കണ്ടു. അതുല്യ ഷാർജയിൽ ഭർത്താവിൻ്റെ ക്രൂര പീഡനത്താൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു പാവം പെൺകുട്ടി. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു വാർത്ത അറിഞ്ഞവരായിരിക്കും. ചിലവരൊക്കെ അറിയാത്തവർ കാണും. അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഷാർജയിൽ ഭർത്താവിൻ്റെ ഒപ്പം ജീവിച്ചു വരുന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു അതുല്യ. ഭർത്താവിൻ്റെ ക്രൂര പീഡനത്താൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതുവരെയായിട്ടും അത് പ്രോപ്പറായിട്ട് തെളിഞ്ഞിട്ടില്ല. ദുബായ് പോലീസ് അന്വേഷിച്ചപ്പോൾ ആത്മഹത്യ എന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ ഈ പെൺകുട്ടി അതുല്യ ഇവൻ്റെ ചില കോപ്രായ വീഡിയോകൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതും മദ്യപിച്ച് കഴിഞ്ഞാലുള്ള ഇവൻ്റെ ഒരു ബിഹേവിയറും ഇവൻ്റെ ഒരു ക്യാരക്ടറും ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് അവളുടെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ അയച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. കുറേ ആൾക്കാർ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയതാണ്. അങ്ങനെ നമ്മളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ആ പെൺകുട്ടിയെ ഇവൻ തീർക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ എന്താണെങ്കിലും ദുബായ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് റിപ്പോർട്ട് വരുന്നു. ഇന്ന് രാവിലെ അവളുടെ ഭർത്താവ് ആ പരനാറിയായിട്ടുള്ള സതീഷ് എയർപോർട്ടിൽ വന്നിറങ്ങി. കൊല്ലത്ത് പോലീസുകാർ പോയി അവനെ പൊക്കിയിട്ടുണ്ട്. പക്ഷേ അവൻ വന്ന് ഇറങ്ങിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. സ്പെക്കൊക്കെ എടുത്ത് പറ്റും, അതായത് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ. അവനൊരു പേടിയില്ല, കാരണം അവനറിയാം അവൻ്റെ അവിടുത്തെ ജോലി പോയി. എന്നിട്ട് അവൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ കേസ് അന്വേഷണത്തിന് സഹകരിക്കാൻ വേണ്ടിയാണല്ലോ നാട്ടിലേക്ക് വന്നതെന്നൊക്കെ അവൻ പറയുന്നത്. ഒരു തേങ്ങയല്ല, അവൻ്റെ ജോലി അവിടെ പോയി, ഇനി അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവൻ നാട്ടിൽ വന്നു. അല്ല വേറെ പ്രത്യേകിച്ച് സഹകരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഭർത്താവ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് അത്ര സ്നേഹമുള്ളൊരു ഭർത്താവായിട്ടൊന്നും എനിക്ക് അവനെതിരായിട്ടും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിനും അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് കാണിച്ചെന്ന് സംസാരിക്കുന്നതിന് മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരാളെ പറ്റി എനിക്ക് പറയാനുണ്ട്. ഈ അതുല്യയുടെ അച്ഛൻ, അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ടേ ഞാൻ ബാക്കി സംസാരിക്കുന്നുള്ളൂ. ചെകളം അടിച്ചു പൊട്ടിക്കണം. എന്തിനാണ് ഇതുപോലൊരു തന്ത ആ പെൺകുട്ടിക്ക് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു സംശയം. വേണ്ടായിരുന്നു, ഉണ്ടാക്കണ്ടായിരുന്നു ആ പരനാറിയൊക്കെ ഈ കൊച്ചിനെ. കാരണം അവന് 10 വർഷമായിട്ട് അവൻ്റെ സ്വന്തം മോള് ഈ സതീശൻ എന്ന് പറയുന്ന പരനാറിയുടെ കൂടെ കിടന്ന് അനുഭവിച്ചതെല്ലാം ലൈവിൽ വരെ അവൻ കണ്ടിട്ടുണ്ട്, അവൻ സ്വന്തം മോളെ തല്ലുന്നത് എന്നാണ് ഈ പരനാറി ഇന്ന് വന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ, എടാ ചെറ്റേ, സ്വന്തം മോള് 10 വർഷമായിട്ട് നീ കല്യാണം കഴിപ്പിച്ച് വിട്ടവൻ അവളെ തല്ലിക്കൊല്ലുന്ന കണ്ടിട്ട് നിനക്ക് ഒന്നാം മോളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരായിരുന്നല്ലോ. അവൾ എത്ര നിനക്ക് വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞാലും നിന്റെ മോളല്ലേ, നിനക്ക് വിളിച്ച് വീട്ടിൽ കൊണ്ടാലോ. എന്നിട്ട് അതിൻ്റെ ജീവൻ പോയപ്പോഴത്തേക്ക് നീ വന്ന് കഥ പറയുന്നല്ലേ. നിങ്ങളിതൊന്ന് കേക്ക്. അപ്പം നിങ്ങളും ഇത് തന്നെ പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറേ പറയത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്ന് കേക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. സതീഷ് ഒരു കൊലപാതകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണമല്ലോ. അത് അറസ്റ്റ് ചെയ്ത് നമ്മുടെ പോലീസ് അവന് വേണ്ടുന്ന അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് കേരള പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ എൻ്റെ മകളെ കേരള പോലീസ് ഇപ്പം നിനക്കെല്ലാം മേടിച്ചു തരും കേട്ടാ, എല്ലാം നിനക്ക് മേടിച്ചു തരും. എടാ വേണ്ട, ഞാൻ ബാക്കി നിങ്ങൾ കേക്ക്, എന്നിട്ട് ഞാൻ പറയാം. കേരള പോലീസിൻ്റെ നെഞ്ചത്തോട്ടിരിക്കുക. കേരള പോലീസ് വഴി ഒരു തേങ്ങ അതിനകത്ത് സംഭവം. ദുബായ് പോലീസ് അന്വേഷിച്ചിട്ട് അവനെ വെറുതെ വിട്ടു. പക്ഷേ എനിക്കിപ്പോഴും ചോദിക്കാനുള്ളത്, ഓക്കെ ആ പെൺകുട്ടിയുടെ മരണം ചിലപ്പോൾ അവൾ സൂസൈഡ് ചെയ്തതാണെങ്കിൽ തന്നെ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ആണെങ്കിൽ തന്നെ ഈ പരനാറി ആ പെൺകൊച്ചിനെ ഉപദ്രവിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നില്ലേ? അതൊന്നും വെച്ചിട്ട് ഇവൻ ഒരു ശിക്ഷയും കൊടുക്കാൻ ദുബായ് പോലീസിന് പറ്റിയില്ലല്ലോ. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അവൻ എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. തുടക്കത്തിൽ തന്നെ ഞാനത് പറഞ്ഞേക്കാം, ഒന്നും കിട്ടാൻ പോകുന്നില്ല അവന്. 2 ദിവസമെങ്കിലും അവൻ അവിടുത്തെ ജയിലിൽ കിടന്നു ദുബായിലെ. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതെല്ലാം പുറത്തു വന്നിട്ടും കഷ്ടം. നമുക്ക് ബാക്കി കേൾക്കാം. ഈ പരനാറി തന്ത പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ ഇതിനെ. ഞാനത് വിളിക്കാനായിട്ടുള്ള കാരണം ഈ ഓഡിയോ ക്ലിപ്പിൽ അവൻ പറയുന്നതിനകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ കേട്ടോ. നീചമായി കൊല ചെയ്തതിന് അവന് ശിക്ഷ കിട്ടണം. അതിനുവേണ്ടി എല്ലാവരും നമുക്ക് സഹായിക്കണമെന്ന് ഇക്കാര്യത്തിൽ ഞാൻ പറയുകയാണ്. കുഞ്ഞിനെ അവന് 10 വർഷമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊന്നതാണ്. എൻ്റെ മകളുടെ നിലവിളി ശബ്ദം മാത്രമേ ഞാൻ 10 വർഷമായിട്ട് ഫോണിൽ കൂടെ കേട്ടിട്ടുള്ളൂ. ഞാനൊരു പ്രവാസിയായിരുന്നു. വിദേശത്ത് നിൽക്കുമ്പോൾ എന്നെ കോള് വിളിച്ചാലും അവളുടെ സങ്കടം, കരച്ചിൽ, അവൻ്റെ മർദ്ദനം, അവൻ്റെ ഇടി ഇട്ടിക്കൊണ്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട് അവൻ ഇടിക്കുന്നത് ചവിട്ടുന്നത്. ഞാൻ ലൈവിൽ വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് അവൻ ഇടിക്കുന്നത് ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവളെന്നെ വീഡിയോ കോളിൽ വിളിക്കുന്ന സമയത്ത് പുറകെ കൂടെ വന്ന് തലയ്ക്ക് അടിക്കുന്നത് ഞാൻ കണ്ടു. പുറകിൽ കൂടെ വന്ന് തലക്കടിക്കുന്നത്, ചവിട്ടുന്നത്, തൊഴിക്കുന്നത്, ഇതൊക്കെ
അതുല്യയുടെ തന്ത കണ്ടു എന്നാണ് ആ നാറി തന്ത പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടും എങ്ങനെ നിനക്ക് നിന്റെ മോളെ അവൻ്റെ കൂടെ നിർത്താൻ തോന്നിയോടോ? എനിക്കതാ ചോദിക്കാൻ തോന്നുന്നത്. നിനക്ക് എങ്ങനെ ഇതൊക്കെ വന്ന് പറയാൻ തോന്നുന്നു? ഇപ്പോൾ നീ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ നിന്റെ മോളെ, അവളിനി എത്രയൊക്കെ വരത്തില്ല ശാഠ്യം പിടിച്ചാലും നല്ലൊരു തന്തയാണ് താനെങ്കിൽ സ്വന്തം മോളെ കൊണ്ടുപോകത്തില്ലായിരുന്നോ? അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കത്തില്ലായിരുന്നോ? നിങ്ങൾ പറ പ്രിയപ്പെട്ടവർ. ഈ വീഡിയോ കാണുന്ന വളരെ കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കാണാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞു പോയി ഈ വിഷയം. ഇനി ആർക്കും ഇതിന്റെ അപ്ഡേറ്റ് ഒന്നും അറിയാൻ ഒരു താല്പര്യവും കാണത്തില്ല, അല്ലേ? പക്ഷെ കാണുന്ന 10 പേരാണെങ്കിലും ആ 10 പേര് താഴെ പറ പ്ലീസ്. ഇത് കുറച്ച് പേരിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. ആ പരനാറിയെ നമ്മളെല്ലാം കുറ്റം പറയുമ്പോഴും ആ കൊച്ചിനെ ഉണ്ടാക്കി അവളുടെ തന്ത പറയുന്നത് നിങ്ങൾ കേട്ടോ? 10 വർഷമായിട്ട് അവൾ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഇവൻ പറയുമ്പം എടോ കൊണ്ടുപോകൂടായിരുന്നോ സ്വന്തം മോളെ തൻ്റെയൊക്കെ കൂടെ? അതൊന്നും ചെയ്തില്ല. വീണ്ടും ആ പരനാറയ്ക്ക് തിന്നാൻ ഇട്ട് കൊടുത്തു ആ പെങ്കൊച്ചിനെ. ഒന്ന് ആലോചിച്ചേ. എന്നിട്ടിരുന്ന് കഥ പറയുക. അവനെ അറസ്റ്റ് ചെയ്യണം, അവനെ കോപ്പി ചെയ്യണം, അവനെ മറ്റോ ചെയ്യണം. അവനെ അറസ്റ്റ് ചെയ്യുമോ? അവനൊരു ഒരു എന്തായാലും അവനെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ല, ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല അവൻ അകത്ത് പോലും, ഈ ഒരു കേസിലൊന്നും അവൻ അകത്ത് പോലും പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ തന്ത ഇയാൾ അകത്ത് പോകണം. അതാണ് ഇവിടുത്തെ നിയമം ആദ്യമേ ചെയ്യാൻ. ഇതുപോലുള്ള തന്തമാരെ പിടിച്ച് ആദ്യമേ അകത്തിടണം. സ്വന്തം മോളെ ഉപദ്രവിക്കുന്ന അയാൾ നേരിട്ട് ലൈവിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ട് ആസ്വദിച്ചിരുന്നു അയാൾ? കണ്ട് ആസ്വദിച്ചിരുന്നു? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലുള്ള തന്തമാരെ ആദ്യമേ പിടിച്ച് അകത്തിടണം. എന്നിട്ട് വേണം ആ ഉപദ്രവിച്ച പരനാറിയെ പിടിച്ചിടാൻ. അങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഇനിയും ഈ സതീശൻ എന്ന് പറഞ്ഞ പരനാറി രാവിലെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വാർത്താ ചാനലിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അതുല്യയുടെ ഭർത്താവ് സതീഷ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. വലിയതുറ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ സതീഷിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് സതീഷിന്. അതുകൊണ്ട് നിയമ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മുൻകൂർ ജാമ്യ ഉത്തരവിലെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുല്യയുടെ കൊലപാതകമാണെന്നതിന് നിലവിൽ തെളിവുകളില്ല. എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നെങ്കിൽ ദുബായ് പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്തേനെ. അതുല്യയുടെ തൂങ്ങി മരണം എന്നാണ് കോൺസ്റ്റബിൾ നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. ഫോട്ടോയും വീഡിയോയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ദുബായ് പോലീസ് സതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. കൊല്ലം സെഷൻസ് ഡിവിഷൻ കോടതി ഈ നിരീക്ഷണങ്ങളൊക്കെ പരിഗണിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഓക്കെ, കേട്ടല്ലോ നിങ്ങൾ കാര്യങ്ങൾ. ബാക്കി ഞാൻ കേൾപ്പിക്കാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ പെൺകുട്ടിയെ ഇവൻ ഇല്ലാതെ ആക്കിയതിന് തെളിവുകളൊന്നുമില്ല. ഓക്കെ, അവൻ ഇല്ലാതെ ആക്കിയിട്ടില്ല, മനസ്സിലാക്കാം. പക്ഷേ ആ പെൺകുട്ടിയെ ഇവൻ ഉപദ്രവിക്കുന്ന വീഡിയോകൾ, അതൊക്കെ ഒരു തെളിവല്ലേ? ദുബായ് പോലീസിന് മുമ്പിൽ അതൊന്നും ഒരു തെളിവേ അല്ലേ? ആ പെൺകുട്ടി മരിച്ചുപോയി. ആ പെൺകുട്ടി അത്രയ്ക്കും ക്രൂരമായി ഈ നാറി ഉപദ്രവിക്കുന്ന തെളിവുകളുണ്ട്. അത് ഇവളുടെ വീട്ടുകാരുടെ മൊഴി, ഇവളുടെ കൂട്ടുകാരികൾ പറഞ്ഞത്. ഒരു കൂട്ടുകാരി വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് ദുബായ് പോലീസിന് ഇവരെ 2 ദിവസമെങ്കിലും മരണപ്പെട്ട പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അവനെ അകത്തിടാൻ പറ്റത്തില്ലേ? എൻ്റെ ഒരു സംശയം കേട്ടോ. ചിലപ്പോൾ ഇനി അവിടെ പറ്റത്തില്ലായിരിക്കും, എനിക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു സംശയമാണ്. നമ്മുടെ നാട്ടിലേക്ക് ആ കേസ് നമ്മുടെ നാട്ടിലേക്ക് അവന് ജാമ്യം കിട്ടി. അവൻ വന്ന് നാട്ടിലിറങ്ങുന്നത്, അവൻ ജാമ്യമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ പരനാറി വന്ന് നാട്ടിലിറങ്ങിയത്. മനസ്സിലായോ? പോലീസുകാർ കൊണ്ടുപോയി ഇന്ന് തന്നെ അവനെ പറഞ്ഞു വിടും. അവനെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് ആ ഒരു പെൺകുട്ടി മരിച്ചതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നില്ല 1 ദിവസമെങ്കിലും അവൻ ജയിലിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ തോൽവി മാത്രമല്ല, ദുബായിൽ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അവനില്ലാതെ ആക്കിയില്ല, ഓക്കെ. പക്ഷെ തെളിവുകൾ, ഇവൻ ഉപദ്രവിച്ചതിൻ്റെയൊക്കെ തെളിവുകൾ വെച്ച് ഇവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി ഇവിടെ വന്നപ്പം ജാമ്യം കൊടുത്തു. ഇനി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കതാ തോന്നുന്നത്. ഇതിൻ്റെ പേരിൽ അവൻ 2 ദിവസം പോലും അവനകത്ത് പോകത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്, മനസ്സിലായോ? ഇതുപോലുള്ള ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞ പ്രിയപ്പെട്ട അച്ഛനമ്മമാരോടാണ്, പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട്, പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാതിരിക്കുക. എന്തിനാ കല്യാണം കഴിപ്പിച്ചിട്ട്? ഇതുപോലെ വേറൊരു അതുല്യം ഉണ്ടാവാനോ? എന്തിന്? അതുപോലെ തന്നെ അഥവാ കല്യാണം കഴിപ്പിച്ച് വിട്ടു, വീട്ടിൽ എന്തെങ്കിലും ആ പെൺകുട്ടി ചെന്ന് കയറുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടുതൽ ഇപ്പം പെൺകുട്ടി പറയും എങ്ങനെയെങ്കിലും സഹിച്ച് നിന്നോളാം, അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ നിങ്ങളോട് പറയത്തില്ല എന്ന് വരെ ഇരിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടിയാൽ ഇങ്ങനെ വിളിച്ചോണ്ട് വന്ന് വല്ല എന്തെങ്കിലും ചെറിയ ഒരു മീൻ വിൽക്കാൻ അവരെ പറഞ്ഞു വിട്. അവർക്ക് സമാധാനത്തിൽ ജീവിക്കാം. സുഖമായിട്ട് ജീവിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, സമാധാനത്തിൽ ജീവിക്കാം. 3 നേരം കഞ്ഞി കുടിച്ചാണെങ്കിലും ഈ ജീവൻ അതില്ലാതെ ആവണ്ടല്ലോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ബാക്കിയും കൂടെ കുറച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം, എന്നിട്ട് സംസാരിക്കാം.
സ്ഥലത്ത് ഇപ്പോൾ കൊല്ലം ക്രൈംബ്രാഞ്ച് എത്തി കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുല്യയുടെ ഭർത്താവ് ഇപ്പോൾ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ഇപ്പോൾ കൊല്ലം ക്രൈംബ്രാഞ്ചാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. വിശദമായ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊപ്പിയൊക്കെ വെച്ച് അവിടെ കണ്ണാടിയൊക്കെ കിടക്കുന്ന കണ്ട വലിയ ലുക്കിലാണ്. ഭാര്യ മരിച്ചിട്ട് നാട്ടിൽ വന്നേ പരനാറി. വലിയ ലുക്കിലൊക്കെ അവൻ വന്ന് ഇറങ്ങുന്നത്. എന്തെങ്കിലും ഒരു 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 മനസാക്ഷി കുത്ത് അവനുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കുടുംബത്തിന് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുല്യ ആത്മഹത്യ ചെയ്യില്ല, അതുല്യയ്ക്ക് ഒരു മകളുണ്ട്, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യില്ല, കൊലപാതകമാണോ എന്നടക്കമുള്ള സംശയങ്ങൾ അതുല്യയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണത്തോട് സഹകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനല്ലേ താൻ എത്തിയത് എന്ന മറുപടി പറഞ്ഞുകൊണ്ടാണ് സതീഷ് എന്തായാലും ക്രൈംബ്രാഞ്ചിൽ കസ്റ്റഡി എടുത്തുകൊണ്ട് സതീഷിനെ ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് സമയത്തിന് മുമ്പ് ഇവിടെ എത്തി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയതുറ പോലീസാണ് സതീഷിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സംഘം ഇപ്പോൾ സതീഷുമായി കൊല്ലത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചുറ്റവട്ടങ്ങൾ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇനി റീപോസ്റ്റ്മോർട്ടം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അതുല്യയുടെ കുടുംബം ഉൾപ്പെടെ പറഞ്ഞ റീപോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരാനുണ്ട്. അപ്പോൾ അത് പുറത്തു വന്നതിന് ശേഷമാകും മുന്നോട്ട് പോവുക. ഒപ്പം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഏറ്റവും പ്രധാനമായി ദുബായ് കോൺസുലേറ്റ് അന്ന് പുറത്തുവിട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒപ്പം അന്ന് ദുബായ് കോൺസുലേറ്റ് പുറത്തുവിട്ട പോസ്റ്റ്മോർട്ടം അതെല്ലാം കണ്ടപ്പോഴാണ്, ആ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോഴാണ് ഇവിടെ അവന് ജാമ്യം കൊടുത്തത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ റീപോസ്റ്റ്മോർട്ടം നടന്നാലും എന്തെങ്കിലും പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവനെ ഒന്നും ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഇവൻ നാട്ടിലെത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ അവിടെ വെച്ചാണെങ്കിൽ പിന്നെ അവിടുത്തെ ഒരു ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല പണിയാവും. ഇതിപ്പോൾ ഇനി ഇവിടെ വന്ന സ്ഥിതിക്ക് തന്നെ ഇനിയും ഒന്നും സംഭവിക്കത്തില്ല. കൂടിപ്പോയൊരു 15 ദിവസം വല്ല റിമാൻഡിൽ പോകുമെന്ന് തന്നെ സംശയമാണ്. ഇപ്പതാ വെറുതെ എന്തായാലും വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്തുകൊണ്ട് ഇവർ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച വീഡിയോകളൊക്കെ അതൊന്നും ആരുടെയും കണ്ണിപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇനി കൂടുതലായിട്ട് അതിൻ്റെ ഒരു എന്താണ് ആ ഒരു തെളിവുകളൊക്കെ ഒന്നുകൂടെ ഉറ്റുനോക്കുക എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ ഉറ്റുനോക്കാൻ ഇത്രയും സമയമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്? അതിന് എന്തെങ്കിലും ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയാണെന്നൊക്കെയാണോ ഇനി അവസാനം പറയാൻ പോകുന്നത്? വേണമെങ്കിൽ ഇനി അതൊക്കെ അങ്ങനെ ആക്കി മാറ്റും കേട്ടോ. അങ്ങനെ ആക്കി മാറ്റാനും വലിയ പാടൊന്നും കാണത്തില്ല. ഇവൻ അത്യാവശ്യം കാശും പിടിപാടും ഒക്കെ ഉണ്ടെങ്കിൽ. എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ വീണ്ടും ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഒരു രീതിയിലുള്ള നീതിയും കിട്ടാൻ പോകുന്നില്ല. അവൾ ചിലപ്പോൾ അവളുടെ മരണശേഷമെങ്കിലും ഈ പരനാറിക്ക് എന്തെങ്കിലും ഒരു നല്ല പണി കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ ആ തെളിവുകളൊക്കെ എടുത്ത് ശേഖരിച്ച് വെച്ച് എല്ലാവർക്കും അയച്ചു കൊടുത്തത്. പക്ഷേ അതിനൊന്നും ഒരു കാര്യവുമില്ല എന്നതാ തെളിയിച്ചുകൊണ്ടിരിക്കുക. നല്ല കൂളായിട്ട് അവൻ വന്ന് നടക്കുന്നത് ഇവിടെ. ഇവൻ ഈ അധികം വൈകാതെ പോയപ്പോൾ ആർക്ക് പോയി? ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോയെന്ന് ഞാൻ പറയത്തില്ല. ഇല്ല, ആ പെങ്കൊച്ചിനും പോയി, ആ പെങ്കൊച്ചിനുണ്ടായിരുന്ന ആ കുഞ്ഞിനും പോയി. ബാക്കി എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മറക്കും, ഇല്ലേ? പക്ഷെ അവരുടെ രണ്ടുപേരുടെ ആ പെൺകുട്ടി പോയി, ആ കുഞ്ഞു മോക്ക് അവക്കാണ് ആരും ഇല്ലാതെയായി പോയത്. കഷ്ടം എന്താണെങ്കിലും അച്ഛനമ്മമാർ, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ നാട് പുരോഗതിയുടെ അങ്ങേ അറ്റത്തേക്ക് പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് തെമ്മാടിത്തരം നടന്നാലും വലിയ മൈൻഡൊന്നുമില്ല, വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക. നമ്മൾ തന്നെ നമ്മുടെ പെൺകുട്ടികളെ സൂക്ഷിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയാതെ പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.